നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി കാണുന്ന പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ഒന്ന് പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം, പിന്നെ പാല ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളും ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും ബി.ജെ.പി സംസ്ഥാന നേതൃത്വവും അവരുടെ ഹൈ ലിസ്റ്റിലാണ് കാണുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബി.ജെ.പി കാണുന്ന പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളാണ്. ഒന്ന് വട്ടിയൂർക്കാവ്, ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ, മൂന്നാമത് നേമം, നാലാമത് കഴക്കൂട്ടം. ഈ 4ലും ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ആണ് അത് വമ്പൻ വിജയപ്രതീക്ഷയുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. മുരളീധരൻ 5 വർഷത്തിന് മുമ്പേ തന്നെ തുടക്കം മുതൽ തന്നെ കഴക്കൂട്ടത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ്, അതായത് വി മുരളീധരൻ അവിടെ കഴക്കൂട്ടത്ത് തന്നെ വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ച് വലിയ രീതിയിൽ ഒരു വോട്ട് മുരളീധരൻ വാങ്ങിച്ചപ്പോൾ കൂട്ടുന്നുണ്ട്. കൂടാതെ വട്ടിയൂർക്കാവിലേക്ക് എത്തുമ്പോൾ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നു. ശ്രീലേഖ നമുക്കറിയാം, മുൻ IPS ഉദ്യോഗസ്ഥയാണ്, അതായത് ജില്ലാ പോലീസ് മേധാവിയാണ്. അപ്പോൾ മുൻ DGP ആയ ശ്രീലേഖയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളുണ്ട്. നിമിഷ നേരം കൊണ്ട് തന്നെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൗൺസിലർ സ്ഥാനാർത്ഥിയായി നിന്നും അവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീലേഖ വിജയിച്ചതാണ്. അപ്പോൾ വലിയ തരത്തിൽ ശ്രീലേഖയ്ക്ക് അവിടെ വിജയപ്രതീക്ഷയുണ്ട്. കൂടാതെ നേമത്തേക്ക് എത്തുമ്പോൾ, നേമം ബി.ജെ.പിയുടെ ഗുജറാത്ത് മണ്ഡലം അല്ലെങ്കിൽ UP മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ രാജഗോപാലിന് ശേഷം ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരയുടെ ഒരു നിർണായകമായ ഒരു പ്രചാരണമൊക്കെ അവിടെ വരുമ്പോൾ മാറാത്തത് മാറുമെന്ന ബി.ജെ.പിയുടെ ടാഗ് ലൈനും അവിടെ ജനങ്ങളെ ഒന്നും മാറ്റി ചിന്തിക്കുകയാണ്. കാരണം ഇത്തവണ ബി.ജെ.പിയെ ജയിപ്പിച്ചാൽ ഇവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കിക്കാണാം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റി ചിന്തിക്കുന്നതിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവേ വോട്ടറുടെ ലിസ്റ്റ് പോലും പുറത്തു വരുമ്പോൾ ബി.ജെ.പി 9 മുതൽ 14 സീറ്റുകൾ വരെ നേടും. ബി.ജെ.പി തീരുമാനിക്കും ആരോടൊപ്പം, അതായത് ഏത് പാർട്ടിയോടൊപ്പം കേരളം ഭരിക്കണം, ഏത് പാർട്ടിയോടൊപ്പം സർക്കാർ ഉണ്ടാക്കണം എന്ന ഒരു കരുത്ത് ബി.ജെ.പിയുടെ കയ്യിലേക്ക്, ഒരു താക്കോൽ സ്ഥാനം ബി.ജെ.പിയുടെ കയ്യിലേക്ക് എത്തുമെന്നാണ് പല സർവേകളും വ്യക്തമാക്കുന്നത്. നിലവിൽ കേരളത്തിൽ ബി.ജെ.പി അധികാരത്തിൽ എത്തിക്കാൻ പല തരത്തിലുമുള്ള തന്ത്രങ്ങളും പല തരത്തിലുമുള്ള ചാണക്യ നീക്കങ്ങളും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പയറ്റുകയാണ്. മോദി ഇനി കേരളത്തിലെ പല ജില്ലകളിലും ഈ ഏപ്രിൽ 9 വരെ കാണുമെന്ന് മാത്രമല്ല, അമിത്ഷായും ഇലക്ഷൻ കഴിയുന്നത് വരെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അടുത്ത ഗിയറിലേക്ക് മാറി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പ്രാവശ്യമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. അതായത് ഈ മാസം 29-ാം തീയതി, അതായത് നാളെ ഞായറാഴ്ച, അതിനുശേഷം ഏപ്രിൽ 4 ശനിയാഴ്ച എന്നീ ദിവസങ്ങളിലാണ് മോദി എത്തുക. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലി 29-ന് പാലക്കാട്, അന്ന് തന്നെ തൃശ്ശൂരിലും റോഡ് ഷോ ഉണ്ടാകും. അതായത് നാളെ പാലക്കാടും തൃശ്ശൂരിലുമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് മോദി പാലക്കാടേക്ക് എത്താൻ പോകുന്നത്. 2:45-നാണ് സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. 3:50-ന് പരിപാടി അവസാനിപ്പിച്ച് 4:10-ന് തൃശ്ശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. ഏപ്രിൽ 4-ന് വീണ്ടും എത്തുന്ന നരേന്ദ്രമോദി പാലയിലും അതിനുശേഷം തിരുവനന്തപുരത്ത്, അതായത് അനന്തപുരിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പാലയിൽ നടക്കാൻ പോകുന്നത്. അന്ന് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നടക്കും. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം 31-ന് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. കൂടാതെ ഏപ്രിൽ ആദ്യവാരം അരിപ്പാട്, തൃപ്പൂണിത്തുറ, തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലും അമിത്ഷാ പ്രചാരണത്തിന് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, S ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ സ്മൃതി ഇറാനി കഴക്കൂട്ടത്ത് മുരളീധരന്റെ പ്രചാരണ പരിപാടികളിലേക്ക് പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്.